ഞാനുണ്ടല്ലോ ഇന്നാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മളെ പേളി മാണിയുടെ ബ്രേക്ക്ഫാസ്റ്റ് പലരും ഇങ്ങനെ ചെയ്തേക്കുന്നത് അടിപൊളി അഭിപ്രായം പറഞ്ഞേക്കുന്നത് കാണുന്ന പിന്നെ ഒന്ന് ചെയ്ത് നോക്കണമല്ലോ. അങ്ങനെ ഞാനും ഏകക്കുട്ടിയും കൂടെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഏകുട്ടി പിന്നെ എന്തോ ഉണ്ടാക്കാൻ കയറിയാലും അവിടെ വന്നിരിക്കുന്ന കുറെ അഭിപ്രായങ്ങളും കഥകളും ഒക്കെ പറയും കേട്ടോ. അത് കേട്ടുകൊണ്ട് ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് ഒരു ഭയങ്കര രസമാണ്. എനിക്കാണെങ്കിൽ ആരെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ അടുത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്തോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുക്കിംഗ് പരിപാടിയിലേക്ക് കടക്കുവാണ്. ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എനിക്ക് പിന്നീട് ഞാൻ അല്ലാതെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കിയപ്പം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഈ അയൺ പാനിലൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാവുമ്പം നമുക്ക് അതിങ്ങനെ എടുത്തിടാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ നമുക്കത് സെർവ് ചെയ്യാൻ എളുപ്പമാണ് ഇട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്കൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് അതിനകത്ത് ഇട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കാണ് അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മളെ മുട്ട പരിപാടിയിലേക്ക് കിടക്കേണ്ടത്. ഏക്കുട്ടി കണ്ടോ, അതിൻ്റെ അടുത്ത് ഞാൻ എടുത്തിരുത്തിയതാണ്. അപ്പം എനിക്ക് അവിടെ ഇരുത്തുന്നത് അത്ര സേഫായിട്ട് എനിക്ക് അങ്ങോട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വെജിറ്റബിൾസ് എല്ലാം പാനിലേക്ക് ആക്കിയ ശേഷം ആളെ ഇപ്പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ചൂട് ഡയറക്റ്റ് അവളുടെ അടുത്തോട്ട് അടിക്കുന്നുണ്ടല്ലോ. ആൾക്ക് അവിടെ അടിക്കുന്നതാണ് ഇഷ്ടം. കാരണം കറക്റ്റ് ഇങ്ങനെ കാണാമല്ലോ പാത്രത്തിനകമൊക്കെ. അങ്ങനെ ഞാൻ ഇപ്പുറത്തോട്ട് ഇരുത്തിയിട്ടുണ്ട്. അതാണ് സേഫ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇത് വെജിറ്റബിൾസ് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. അങ്ങനെ ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി കേട്ടോ. അധികം അങ്ങ് കരിഞ്ഞു പോകണ്ട. നമ്മൾ ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് ഒരു 2, 3, 4, 5 പ്രാവശ്യം ഇങ്ങനെ തവി ഇങ്ങനെ വെച്ച് ഇങ്ങനെ നാക്കിയെടുക്കുക, അത്രേ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ പരിപാടി, ഇതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളെ മുട്ടയാണ്. ഇതിനകത്ത് ഞാൻ ചേർത്തെന്ന് വെച്ചാൽ ക്യാരറ്റ്, നമ്മളെ തക്കാളി, ഉള്ളി, ഇത്രയാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം ബീൻസ് ചേർക്കാം. അങ്ങനെ ഈ പയർ പോലെ ഇരിക്കുന്ന ഒരു ബീൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഏതാ ഇഷ്ടം, ക്യാബേജ്, അങ്ങനെ എല്ലാം ചേർക്കാം എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഞാനിവിടെ മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയിലേക്ക് ലേശം പാലൊഴിക്കുക. പാൽ അധികം കൂടി പോവില്ല, പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസിയെ മാറുമല്ലോ. പിന്നെ അതിനകത്ത് ഞാൻ ചേർത്തത് കുറച്ച് മുളക് പൊടിയും ഉപ്പുമാണ് ചേർത്തത്. പക്ഷെ കുരുമുളക് പൊടി ചേർക്കുന്നത് ബെറ്റർ ആയിരിക്കും. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മുളക് പൊടിയാണ് ചേർത്തത്. പച്ചമുളക് ചേർക്കാം, എല്ലാം ചേർക്കാം കേട്ടോ. പക്ഷേ എനിക്ക് പച്ചമുളക് ചേർത്ത് കുട്ടിക്ക് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിൽ നിന്ന് പിന്നെ അതെല്ലാം പറക്കിയെടുക്കണം. അതുകൊണ്ട് ഞാൻ അത് ചേർത്തില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ നമ്മളേതായ രീതിയിൽ അങ്ങ് ചേർത്താൽ മതി. എന്തൊക്കെ ഇടണോ അതെല്ലാം ആഡ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ഈ മുട്ടയും ഇച്ചിരി പാലില്ലെങ്കിൽ നമുക്ക് വെള്ളവും ചേർക്കാം എന്നാണ് എനിക്ക് മനസ്സിലായ സംഭവം എന്ന് വെച്ചാൽ. പക്ഷെ സംഗതി ഭയങ്കര ഈസിയാണ്. ഈ ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവരും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മടിയുള്ള ടീംസൊക്കെ ഉണ്ടല്ലോ, രാവിലെ ഉറക്കത്തിൽ നിന്നിട്ട് അവർക്കൊരു നന്നായിട്ട് ഫില്ല് ചെയ്യുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിത് ഈ സോട്ട് ചെയ്ത വെജിറ്റബിൾ എല്ലാം നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ അതിൻ്റെ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ മാറ്റി ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് അതിൻ്റെ നടുക്ക അതിങ്ങനെ ആക്കിയ ശേഷം അതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ഈ പാലിൻ്റെ മുട്ടയുടെ ആ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. എന്നിട്ട് അടച്ചു വെച്ച് ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് അധികം അങ്ങോട്ട് കുക്കായതായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ വീണ്ടും ഒരു 3-4 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നി. കുക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. കാരണം ഞാൻ ലോ ഫ്ലെയിമിലാണ് എടുത്തത്. കാരണം നമ്മൾ തീ കൂട്ടി വെക്കുമ്പോൾ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീ എപ്പോഴും കുറച്ച് വെച്ചാൽ മതി. അങ്ങനെ കണ്ടത് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയിരിക്കും എന്നൊക്കെ. അത് എടുത്തപ്പോൾ എൻ്റെ മുഖത്തെ ആ ഒരു സന്തോഷം കണ്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ എനിക്ക് ഇങ്ങനെ ശരിയായിട്ട് വരുമെന്നുള്ളത്. ശരിയായിട്ട് വരാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല, ഞാൻ ആദ്യം ചെയ്തത് കൊണ്ടായിരിക്കാം. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇളകി വരില്ല, ഇനി ചട്ടുകൊയിട്ട് ഇങ്ങനെ കുത്തിയെടുക്കണമെന്നൊക്കെ. പക്ഷേ സംഭവം സൂപ്പറാണ് കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഉള്ളിയും തക്കാളിയും അതൊക്കെ വെജിറ്റബിൾസ് വയറ്റുന്നതിനകത്ത് കുറച്ച് ഉപ്പിടുമല്ലോ. അപ്പം മുട്ടയിൽ ലേശം പേരിനൊരു ഉപ്പിട്ടാൽ മതി, അല്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. മുട്ട പണി കിട്ടും. നമ്മൾ കടിക്കുന്നിടത്ത് എല്ലാം ഉപ്പ് കിട്ടും. നമ്മളെ മുട്ടയുടെ ഓംലെറ്റ് നമ്മൾ ആദ്യം വെജിറ്റബിൾസ് സോട്ട് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് മുട്ടയും പാലും മിക്സ് ഒഴിക്കുന്നു. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള എല്ലാം ചേർക്കാം. സ്പൈസി ആക്കേണ്ടവർക്ക് സ്പൈസി ആക്കാം, അല്ലാത്തവർക്ക് അല്ലാതെ കഴിക്കാം. അത്രേ ഉള്ളൂ. ഇതിനകത്ത് മസാലാസ് വേണമെങ്കിൽ മസാലാസ് ഒക്കെ ഇടാം. പക്ഷെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കുമ്പം ഞാൻ പിന്നെ ചിക്കൻ മസാല അങ്ങനെയൊന്നും ആഡ് ചെയ്തിട്ടില്ല. കുട്ടിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ചോദിച്ചാൽ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നിയത്. മുട്ട ഇഷ്ടപ്പെടുന്ന, ഓംലെറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുറച്ച് വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നന്നായിട്ട് വയർ ഫില്ലാവും. ഞാൻ ഇതിപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ, പക്ഷെ നന്നായിട്ട് ഫിൽ